കുടിവെള്ളത്തിനായി നമ്മളെല്ലാവരും ആശ്രയിക്കുന്നത് കിണർ വെള്ളമാണ് അല്ലേ. നമ്മുടെ വീട്ടിലുള്ള കിണർ വെള്ളം നമ്മൾ ഏറ്റവും സേഫ് ആണെന്ന് വിചാരിച്ച് കുടിക്കുകയും ചെയ്യുന്നു. എന്നാൽ നമ്മൾ അറിയാതെ, നമ്മൾ ശ്രദ്ധിക്കാതെ നമ്മുടെ ഉള്ളിലേക്ക് എത്തുന്ന ഒരു അപകടമുണ്ട്. പ്രത്യേകിച്ച് നിങ്ങൾക്ക് വിട്ടുമാറാതെ നെഞ്ചരിച്ചിൽ, പുളിച്ചു തകട്ടൽ, ഏമ്പക്കം, വയറിനകത്ത് അൾസർ ബാധയുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക. അതിന് കിണർ വെള്ളം ഒരു പ്രധാന വില്ലനാകുന്നുണ്ട്. എങ്ങനെയെന്ന് പറഞ്ഞുതരാം. കിണർ വെള്ളത്തിനകത്ത് നമുക്ക് വയറിനകത്ത് അൾസർ ഉണ്ടാക്കുന്ന ഹെലിക്കോബാക്ടർ പൈലോറി എന്ന് വിളിക്കുന്ന ബാക്ടീരിയയുടെ സാന്നിധ്യം പ്രത്യേകിച്ച് നമ്മുടെ ഇന്ത്യയിൽ, നമ്മുടെ നാട്ടിലുള്ള കിണർ വെള്ളത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. ഏറ്റവും കൂടുതലായിട്ട് കിണർ വെള്ളത്തിലേക്ക് ഇത് എത്താൻ കാരണം നമുക്ക് ചുറ്റുമുള്ള പലവിധ ജീവികളുടെ വിസർജ്യങ്ങളും മനുഷ്യ വിസർജ്യവും മണ്ണിനടിയിൽ കൂടി ഈ വെള്ളത്തിലേക്ക് കലരുന്നതാണ് ഏറ്റവും കൂടുതൽ കിണർ വെള്ളത്തിനകത്ത് ഈ ഹെലിക്കോബാക്ടർ പൈലോറി ബാക്ടീരിയ വരുന്നത്. പലപ്പോഴും ഈ ബാക്ടീരിയ നമ്മൾ ശരിയായിട്ട് ചൂടാക്കാതെ വെള്ളത്തിലൂടെ ഉള്ളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അത് നമ്മുടെ വയറിനകത്ത് വളരെ പെട്ടെന്ന് തന്നെ ഗ്യാസ്ട്രൈറ്റിസ്, നെഞ്ചരിച്ചിൽ, പുളിച്ചു തേട്ടൽ പോലുള്ള പ്രോബ്ലംസും പലപ്പോഴും ഈ ഒരു അൾസറും ഉണ്ടാക്കുന്നതിന് കാരണമാകാറുണ്ട്. വിട്ടുമാറാതെയുള്ള ഈ പ്രശ്നങ്ങൾക്ക് വേണ്ടി ഡോക്ടറെ പോയി കണ്ട് മരുന്നുകൾ ഇങ്ങനെ കഴിച്ചുകൊണ്ടേ ഇരിക്കുന്നതിന് മുമ്പ് ആരെങ്കിലും ഈ കിണർ വെള്ളത്തിന്റെ പ്രശ്നത്തിനെ പറ്റി നിങ്ങൾക്ക് അറിയാമോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടോ? സാധ്യതയില്ല. നിങ്ങൾ ചെയ്യേണ്ടത് വീട്ടിലെ കിണറിലെ വെള്ളം ചൂടാക്കി തണുപ്പിച്ചു മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. അല്ലെങ്കിൽ ക്ലോറിനേഷൻ കൃത്യമായി ചെയ്തിരിക്കണം. കൃത്യമായിട്ടുള്ള ഇടവേളകളിൽ വെള്ളത്തിനകത്ത് ആലം കലക്കിയിട്ട് നിങ്ങളുടെ വെള്ളത്തിനെ ക്ലോറിനേഷൻ ചെയ്തിരിക്കുക. അത് ഈ ബാക്ടീരിയകളുടെ കോൺസെൻട്രേഷൻ കുറയ്ക്കാൻ സഹായിക്കുകയും ചെയ്യും. ഈ ബാക്ടീരിയകളോടൊപ്പം തന്നെ നിങ്ങൾക്ക് വിട്ടുമാറാതെ ടെൻഷനോ ഇല്ലെങ്കിൽ ഇപ്പൊ സമയത്തിന് ആഹാരം കഴിക്കാത്ത സ്വഭാവം ഉണ്ടെങ്കിൽ നിങ്ങളുടെ വയറിനകത്ത് പിന്നെ ഈ ബാക്ടീരിയകൾ വിട്ടുമാറാതെ കണ്ടുവന്ന് വരാം. അതുകൊണ്ട് കിണറിലെ വെള്ളം ചൂടാക്കി തണുപ്പിച്ച് മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. നിങ്ങളുടെ എല്ലാം വീടുകളിലേക്ക് എത്തുള്ള വെള്ളത്തിനകത്ത് ഇപ്പൊ ഗവൺമെന്റ് ക്ലോറിനേഷൻ ചെയ്തിട്ടാണ് വരുന്നതെങ്കിൽ പ്രോബ്ലം ഇല്ല. എന്നാൽ ക്ലോറിനേഷൻ ഇല്ല എന്നുണ്ടെങ്കിൽ ആ വെള്ളവും നിങ്ങൾ ചൂടാക്കി തണുപ്പിച്ച് ഉപയോഗിക്കുക.